ഹല്ലേലൂയ. യേശുവേ ആരാധന. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് ലേഖനം 12:15 ഹെബ്രായർ 12:15 വചനം നമ്മോട് ഇങ്ങനെ പറയണത്, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല. ഒന്ന് ഏറ്റു പറയാവോ? എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. ഹല്ലേലൂയ. യേശുവേ ആരാധന. 18-ാമത്തെ സങ്കീർത്തനം 24 മുതൽ വചനങ്ങൾ. 18-ാമത്തെ സങ്കീർത്തനം 24 മുതൽ വചനങ്ങൾ. എൻ്റെ നീതിയും എൻ്റെ കരങ്ങളുടെ നിഷ്കളങ്കതയും ദൈവം കണ്ടു. എൻ്റെ നീതി കർത്താവ് കണ്ടു, എൻ്റെ കൈകളുടെ നിഷ്കളങ്കത കർത്താവ് കണ്ടു. കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്ത പുലർത്തുന്നു, നിഷ്കളങ്കനോട് നിഷ്കളങ്കമായിട്ട് പെരുമാറുന്നു. പ്രിയപ്പെട്ടവർ, ആരുടെ ഉള്ളിൽ വിശുദ്ധിയുണ്ടോ ദൈവം അവരോട് വിശുദ്ധിയോടെ പെരുമാറും. നിഷ്കളങ്കനോട് നിഷ്കളങ്കതയോടെ കർത്താവ് പെരുമാറും. വിശ്വസ്തനോട് വിശ്വസ്തയോടെ കർത്താവ് പെരുമാറും. നമ്മുടെ നീതി കണ്ടിട്ടാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കത കണ്ടിട്ടാണ്, വിശുദ്ധി കണ്ടിട്ടാണ് കർത്താവ് നമുക്ക് പ്രതിഫലം നൽകുന്നത്. പ്രിയപ്പെട്ടവർ, വിശുദ്ധി പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ആദ്യം പറഞ്ഞ വചനം വീണ്ടും പറയുന്നു, ഹെബ്രായർക്ക് ലേഖനം 12:15 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. ഒറ്റ കാരണമുള്ള അതിൻ്റെ പുറകിൽ, വിശുദ്ധി കൂടാതെ ഒരാൾക്കും ദൈവത്തെ ദർശിക്കുക പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകം 22:30 വാക്യം. ജോബിന്റെ പുസ്തകം 22:30 ആ വചനം നമ്മോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ കരങ്ങളുടെ നൈർമല്യം മൂലം നീ രക്ഷിക്കപ്പെടും. ഒരു അപകടം വരുമ്പോൾ, ഒരു ആപത്ത് വരുമ്പോൾ, ഒരു പക്ഷേ നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല, ചിലർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി, ചതിക്കാൻ വേണ്ടി കെണികളൊക്കെ ഒരുക്കുമ്പോൾ, നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുമ്പോൾ, ആരുടെല്ലാം ഉള്ളിൽ വിശുദ്ധിയുണ്ടോ, നിഷ്കളങ്കതയുണ്ടോ, ആ നിന്റെ കരങ്ങളുടെ നൈർമല്യം മൂലം, വിശുദ്ധി മൂലം നീ രക്ഷപ്പെടും. കർത്താവ് നിന്നെ പൊതിയും, കർത്താവ് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. എത്ര വലിയ അപകടം വന്നോട്ട് വിശുദ്ധിയുള്ളവൻ അതിനെ അതിജീവിക്കും. വിശുദ്ധി അജയമായ പരിചയം എന്നാണ് വചനം പറയുന്നത്. വിശുദ്ധി അജയമായ പരിചയമാണ്. ദുഷ്ടന് മറികടക്കാൻ പറ്റാത്ത കോട്ടയാണ് വിശുദ്ധി. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഔസേപിതാവിന്റെ കരങ്ങളിൽ മനോഹരമായ ലില്ലിപ്പൂ ഇരിക്കും നമ്മൾ കാണും. എന്താ ലില്ലിപ്പൂ ഇങ്ങനെ പിടിച്ചിരിക്കണം? എന്താ അതിൻ്റെ അർത്ഥം? ലില്ലിപ്പൂവിൻ്റെ അർത്ഥം എന്താണ്? ഔസേപിതാവിൻ്റെ നൈർമല്യമാണ്, വിശുദ്ധിയെയാണ് അത് സൂചിപ്പിക്കണം. പ്രിയപ്പെട്ടവർ, സ്വർഗത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ ലില്ലിപ്പൂവ് ആകുന്ന വിശുദ്ധി ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാവരും വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഒരാൾ പോലും ഒഴിവാക്കപ്പെടാതെ എല്ലാവരും വിശുദ്ധരായിട്ട് മാറണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. അത് എപ്പോൾ മുതൽ ആഗ്രഹമാണ് ചോദിച്ചാൽ, എഫേസ്യോസ്യർക്ക് എഴുതിയ ലേഖനം 1:4 വാക്യം, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഒന്ന് ഏറ്റു പറയാവോ? തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. എപ്പോൾ തെരഞ്ഞെടുത്തു? ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ഈ ആകാശവും ഭൂമിയും സൃഷ്ടപ്രപഞ്ചങ്ങളൊക്കെ സൃഷ്ടിക്കണേക്കാൾ മുമ്പ് തന്നെ കർത്താവ്, നമ്മുടെ കർത്താവ് നമ്മെ ക്രിസ്തുവിൽ തന്നിൽ തെരഞ്ഞെടുത്തു. എങ്ങനെ ജീവിക്കാൻ വേണ്ടി? സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരും വിശുദ്ധരുമായി ജീവിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ വലിയ സങ്കടമാണ്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവർ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് കർത്താവിൻ്റെ ആ ഒരു സ്വപ്നം, ആഗ്രഹം, നമ്മളെ പ്രതിയുള്ള ആ സ്വപ്നം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ദൈവത്തിന് സങ്കടമായിരിക്കും. വെറും ഒരാഴ്ച മാത്രം ദൈർഘ്യമുള്ള, അല്ല ഒരു ദിവസം മാത്രമുള്ള ചില ആഗ്രഹങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, സ്വപ്നങ്ങൾ തകർന്നു പോകുമ്പോൾ നമുക്ക് വലിയ സങ്കടമാണ്. അങ്ങനെയാണെങ്കിൽ യുഗങ്ങൾക്ക് മുമ്പ് നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് സ്വപ്നം കണ്ട ദൈവത്തിൻ്റെ സ്വപ്നം തകരുമ്പോൾ, നമ്മൾ ഈ വിശുദ്ധിക്ക് വില കൊടുക്കാതെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിൽ നൊമ്പരം എന്തുമാത്രമായിരിക്കും. ഹല്ലേലൂയ. യേശുവേ ആരാധന.
യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന. നമുക്ക് വീണ്ടും ജോസഫിലേക്ക് വരാം. സഹോദരന്മാരെ പറ്റിയുള്ള അശുഭ വാർത്തകൾ അവൻ പിതാവിനെ അറിയിച്ചു. പിതാവ് എന്ന് പറയുന്നത് യാക്കോബിനെയാണ്. യാക്കോബ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്നെന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു, ജോസഫിനെ വെറുക്കാൻ തുടങ്ങി. അപ്പൻ കൂടുതൽ സ്നേഹം ജോസഫിനോട് കാണിക്കുന്നത് കാണുമ്പോൾ സഹോദരന്മാർ അവന് വെറുക്കാൻ തുടങ്ങി. അവനോട് സൗമ്യമായിട്ട് സംസാരിക്കാൻ പോലും അവർ കഴിഞ്ഞില്ല. സ്നേഹത്തോടെ ജോസഫിനോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. പ്രിയപ്പെട്ടവർ, ഒരു ആത്മീയമായ രഹസ്യത്തിന് പുറകിലുണ്ട്. അപ്പന് കൂടുതൽ സ്നേഹം ഇവനോട് കാണിക്കുന്നത് കാണുമ്പോൾ സഹോദരന്മാരെല്ലാവരും വെറുക്കാൻ വേണ്ടി ആരംഭിക്കും. ഒരു വ്യക്തി ദൈവത്താൽ കൂടുതൽ സ്നേഹിക്കപ്പെടുന്നത് കാണുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ അവൾ ശത്രുവായിട്ട് മാറും. ഒരു വ്യക്തി ദൈവത്താൽ കൂടുതൽ സ്നേഹിക്കപ്പെടുന്നത് കാണുമ്പോൾ, ആദരിക്കപ്പെടുന്നത് കാണുമ്പോൾ ലോകം അവളെ വെറുക്കാൻ വേണ്ടി ആരംഭിക്കും. ഹബേലും കായേലും എന്താ സംഭവിച്ചത്? ഹബേലിൻ്റെ ബലികൾ ദൈവത്തിന് പ്രീതികരമായ കർത്താവിൻ്റെ പ്രസാദം ആബേലിൻ്റെ മേൽ കൂടുതലുള്ളതായിട്ട് കായേന് തോന്നി. ആ തോന്നൽ വെറുപ്പായിട്ട് മാറി, വിദ്വേഷമായിട്ട് മാറി. അവസാനം കായേൻ ആബേലിനെ കൊന്നുകളഞ്ഞു. അതുകൊണ്ടാണ് വചനം കൃത്യമായിട്ട് ഇങ്ങനെ പറയണത്. 2 തിമോത്തിയോസ് 3:12 യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. ഏറ്റു പറയാവോ? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. നമ്മൾ വിശുദ്ധിയോട് ജീവിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ, ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ, വചനമനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഒറ്റപ്പെടും. സമൂഹത്തിൽ ഒറ്റപ്പെടും, ജോലി സ്ഥലത്ത് ഒറ്റപ്പെടും, ബന്ധുക്കളിൽ പരിഹാസപാത്രമായിട്ട് തീരും, സഹോദരങ്ങൾക്കിടയിൽ ഒറ്റപ്പെടും, കുടുംബത്തിനുള്ളിൽ സഹനങ്ങൾ കൂടും. ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവ് എത്ര കൃത്യമായിട്ടാണ് വചനത്തിലൂടെ പറയുന്നത്. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും പീഡിപ്പിക്കപ്പെടും. വിശുദ്ധ ഫൗസ്തീനായോട് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, മണവാളന് കിട്ടിയ എല്ലാ കാര്യങ്ങളിലും മണവാട്ടിക്ക് അവകാശമുണ്ട്. മണവാളന് കിട്ടിയത് കുരിശുമരണമാണ്, ചമ്മട്ടിയടിയാണ്, തുപ്പലാണ്, മുൾക്കിരീടമാണ്. ഇതിനൊക്കെ നിനക്ക് അവകാശമുണ്ട്. മാമോദിസായുടെ സമയത്ത് ഈശോയെ നിന്റെ കർത്താവും രക്ഷകനുമായി നീ സ്വീകരിക്കുന്നുവോ എന്ന് ചോദിച്ചു. നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കന്മാർ അതിന് മറുപടി കൊടുത്തത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞപ്പോൾ കർത്താവിന് എന്തെല്ലാം കിട്ടിയോ അതിനൊക്കെ ഒരു അവകാശം നമ്മുടെ പേരിൽ എഴുതി ചേർക്കപ്പെട്ടു, മുദ്രപത്രം എഴുതി ഒപ്പുവെക്കപ്പെട്ടു. ഹല്ലേലൂയ, യേശുവേ ആരാധന. എന്നാൽ ഈ സഹനത്തിന്റെ അപ്പുറത്ത് ഒരു മഹത്വത്തിന്റെ കാലഘട്ടമുണ്ട്. ആ മഹത്വത്തിന്റെ കാലഘട്ടത്തിലേക്കുള്ള ഏണിപ്പടികൾ മാത്രമാണ് ഈ സഹനം. ഈശോ കുരിശിൽ കർത്താവിനെ ചെയ്ത് അവസാനിക്കല്ല ചെയ്തത്. കുരിശിലൂടെ കർത്താവ് കടന്നുപോയത് മഹത്വത്തിലേക്കാണ്, ഉദ്ധാനത്തിന്റെ മഹത്വത്തിലേക്കാണ് കർത്താവ് കടന്നുപോയത്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. 37-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, ഉൽപ്പത്തിയുടെ പുസ്തകം 37:5. ജോസഫിന് ഒരിക്കലും സ്വപ്നം ഉണ്ടായി. അവനത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവന് കൂടുതൽ വെറുക്കാൻ തുടങ്ങി. 2 സ്വപ്നങ്ങളാണ് ഈ ജോസഫിനുണ്ടാവുന്നത്. ഒന്നാമത്തെ സ്വപ്നം, അവർ വയലിൽ ഇങ്ങനെ കറ്റ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. കറ്റകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഗോതമ്പോ നെല്ലോ ഇങ്ങനെ കറ്റകളാക്കി ഇങ്ങനെ കൂട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കാണുന്ന കാഴ്ച, എല്ലാവരുടെയും കറ്റകൾ ഇങ്ങനെ താഴെ വീഴും. ജോസഫിൻ്റെ കറ്റ മാത്രം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. എല്ലാവരുടെയും കറ്റ ജോസഫിൻ്റെ നെൽക്കറ്റകളുടെ ചുവട്ടിൽ ഇങ്ങനെ കുമ്പിട്ട് വീണ് കിടക്കും. ഈ സ്വപ്നം പറയുമ്പോൾ സഹോദരന്മാരുടെ വെറുപ്പ് കൂടുന്നുണ്ട്. മറ്റൊരിക്കൽ വേറൊരു സ്വപ്നം കാണുന്നുണ്ട്. എനിക്ക് വീണ്ടും ഒരു സ്വപ്നം ഉണ്ടായി. അവൻ സഹോദരന്മാരോട് പറഞ്ഞു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങൾ എന്നെ താണു വണങ്ങുന്നു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങുന്നു. ആ ഒരു സ്വപ്നം അവൻ സഹോദരന്മാരോട് പറയും. ദൈവമാണ് ശരിക്കും സ്വപ്നത്തിലൂടെ സംസാരിക്കുന്നത്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തുന്നതാണ്. ഈ സഹോദരന്മാർ മുഴുവനും, അപ്പനും സഹോദരങ്ങൾ എല്ലാവരും നിന്നെ വണങ്ങുന്നൊരു സമയമുണ്ട്. നിന്റെ സഹോദരന്മാർ
അവരുടെ കുടുംബം അവരെല്ലാവരും നിൻ്റെ മുമ്പിൽ താണു വണങ്ങുന്ന ഒരു സമയമുണ്ട്. ദൈവം സ്വപ്നത്തിലൂടെ സംസാരിക്കുന്നതാണ്. എങ്ങനെയാണ് സ്വപ്നത്തിലൂടെ സംസാരിക്കുന്നത്? നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ് രാത്രി. എന്താ ഈ സ്വപ്നങ്ങൾ? പകല് മുഴുവനും ആലോചിച്ച് നടക്കുന്നതിൻ്റെ ബാക്കിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ ഇങ്ങനെ കടന്നു വരണത്. പകല് സംഭവിച്ച കാര്യങ്ങൾ, പകല് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ, നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ, അതൊക്കെ അത് മനസ്സിങ്ങനെ മനനം ചെയ്യുമ്പോൾ അതിങ്ങനെ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പല രൂപത്തിൽ ഇങ്ങനെ വരും. അതാണ് സ്വപ്നമായിട്ട് വരുന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ജോസഫ് രാത്രി സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിലൂടെ ദൈവം സംസാരിച്ചു എന്ന് പറയുമ്പോൾ അതിന് പുറകിൽ ഒരു അർത്ഥമുണ്ട്. പകല് മുഴുവനും അവൻ ദൈവത്തോട് സംസാരിച്ചു, രാത്രി ദൈവം അവനോട് സംസാരിച്ചു. പകല് മുഴുവൻ ഈ ജോസഫ് ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് നടന്നു. രാത്രി സ്വപ്നത്തിലൂടെ ദൈവം അവനോട് സംസാരിച്ചു. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പ് പിതാവിനെ കാണാൻ പറ്റും. നമ്മൾ ഉറങ്ങുന്ന ഔസേപ്പ് പിതാവിൻ്റെ രൂപം. എന്ത് ഉറങ്ങുന്ന ഔസേപ്പ് പിതാവിൻ്റെ രൂപം? രാത്രി ദൈവം സ്വപ്നത്തിലൂടെ ഔസേപ്പ് പിതാവിനോട് സംസാരിച്ചു. സ്വപ്നത്തിലൂടെ ദൈവം തൻ്റെ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തു, അവനോട് സംസാരിച്ചു, ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തി. ഔസേപ്പ് പിതാവ് ദൈവത്തിൻ്റെ പദ്ധതികൾ സ്വപ്നത്തിലൂടെ സ്വീകരിച്ച് നേരം വെളുക്കുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിച്ചു. എങ്ങനെയാണ് സ്വപ്നം കാണുന്ന പറഞ്ഞത്? പകല് മുഴുവനും അവൻ ദൈവത്തോട് സംസാരിച്ചു ഔസേപ്പ് പിതാവ്. രാത്രി ദൈവം സ്വപ്നത്തിലൂടെ ഔസേപ്പ് പിതാവിനോട് സംസാരിച്ചു. വ്യക്തിപരമായൊരു ബന്ധം വേണം പ്രിയപ്പെട്ടവരെ ദൈവത്തോട്. ഒരു പേഴ്സണൽ ഇൻറ്റിമസി ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഓരോരുത്തരോടുമായിട്ട്. ദൈവമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു ATM കാർഡ് നമ്മൾ ATMിലിട്ട് പൈസ എടുക്കുന്ന പോലെ ഒരു ബന്ധമല്ല. അങ്ങനെ ഒരു ബന്ധമല്ല ദൈവം ആഗ്രഹിക്കണം. ഒരു അനുഗ്രഹം വേണം. ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും തീരണം. അപ്പോൾ ഉടനെ നമ്മളെന്ത് ചെയ്തു? പണം കിട്ടാൻ വേണ്ടി ATM കൗണ്ടറിലേക്ക് പോയി കാർഡ് ഇട്ടു, പൈസ എടുത്തു. പോയി ആ പണം തന്നതിൻ്റെ പേരിൽ ഈ ATM കൗണ്ടറിനോട് ഒരാൾക്കൊരു ബന്ധം അങ്ങനെയൊന്നുമില്ല. നമ്മളാരും ഇടയ്ക്ക് കൊണ്ടുപോയി പൂ വെക്കുകയോ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് ഈ ATM കൗണ്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് ഇതൊന്നും നമ്മൾ കാരണം അങ്ങനെ ബന്ധത്തിൻ്റെ കേസല്ല അത്. ആ ഒരു ബന്ധമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായൊരു ബന്ധമാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ദൈവത്തെ ഒരു ശക്തിയായിട്ടല്ല കണക്കാക്കേണ്ടത്, ദൈവം ഒരു വ്യക്തിയാണ്. എന്താണ് ഈ ശക്തിയും വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം? ഈ ഇലക്ട്രിസിറ്റി ഒരു ശക്തിയാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ ഫാൻ ഇവിടെ കറങ്ങുന്നത്, ഈ മൈക്ക് പ്രവർത്തിക്കുന്നത്. ഇലക്ട്രിസിറ്റിയുടെ ശക്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഓണാക്കാം, ഓഫാക്കി അത് ഉപയോഗിക്കാം. ദൈവം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ ഓണാക്കി ഓഫാക്കി ഉപയോഗിക്കാനുള്ള ഒരു ശക്തിയല്ല, ദൈവം ഒരു വ്യക്തിയാണ്. നമ്മെപ്പോലെ ഹൃദയവിചാരങ്ങൾ അതിനേക്കാളും ശക്തിയോടെ കർത്താവിനുണ്ട്. ഹല്ലേലൂയ. നമ്മെപ്പോലെ ചിന്തകൾ കർത്താവിനുണ്ട്. ആവശ്യ സമയത്തടുത്ത് വരുന്നു. ആവശ്യം കഴിഞ്ഞൊരു ബന്ധവും കർത്താവിനറിയാം. ആ ബന്ധത്തിൽ ആത്മാർത്ഥത കർത്താവിനറിയാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. അതുകൊണ്ടാണ് 16-ാം സങ്കീർത്തനം 8-ാമത്തെ വചനത്തിൽ ദാവീദ് രാജാവ് ഇങ്ങനെ പറയുന്നുണ്ട്. 16-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വചനം, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. 7-ാമത്തെ വാക്യം, എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു, രാത്രിയിലും എൻ്റെ അന്തരംഗം പ്രബോധനം കൊണ്ട് നിറയുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും എൻ്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായിട്ട് വിശ്രമിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലത്ത് കയ്യിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. എന്നാൽ ദാവീദ് രാജാവ് പറയുന്നത്, എപ്പോഴും കർത്താവ് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, രാവും പകലും എൻ്റെ മുമ്പിൽ എൻ്റെ ദൈവമുണ്ട്. അതുകൊണ്ട് രാവും പകലും മുഴുവനും ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് രാത്രിയിലും ഈ ദാവീദ് രാജാവിൻ്റെ അവൻ്റെ ചിന്തകളിൽ അവൻ്റെ അന്തരംഗത്തിൽ കർത്താവിൻ്റെ പ്രബോധനം നിറയുകയാണ്. പകല് മുഴുവനും ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് രാത്രിയിലും ദൈവം സംസാരിക്കുകയാണ് ദാവീദിൻ്റെ ഉള്ളിൽ. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അത് പ്രിയപ്പെട്ട ഇതുപോലൊരു ബന്ധം ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളോടും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, ഓരോ ദൈവ പൈതലോടും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ ആരാധന.